BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഗൾഫ് രാജ്യങ്ങൾക്ക് ആശ്വാസം. അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് ക്ഷമ ചോദിച്ച ഇറാൻ ഇനി ആക്രമിക്കില്ലെന്ന് ഉറപ്പു നൽകി. അയൽ രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് ക്ഷമ ചോദിച്ച് ഇറാൻ. ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ഇറാൻ പ്രസിഡന്റ് മസൂദ് പസ്ഷ്കിയാന്റെ പ്രതികരണം. GCC രാജ്യങ്ങളിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകില്ലെന്നും ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇനി പ്രത്യാക്രമണം ഉണ്ടാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. അയൽ രാജ്യങ്ങളിലേക്ക് കടന്നുകയറുവാൻ ഇറാന് യാതൊരു പദ്ധതിയും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ആഗ്രഹിച്ചതൊക്കെ ചെയ്തിരിക്കാം, ഇവിടെ അത് നടക്കില്ല. RN രവിക്ക് മമതയുടെ മുന്നറിയിപ്പ്. പശ്ചിമബംഗാൾ ഗവർണറായി നിയമിതനായ RN രവിക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മുന്നറിയിപ്പ്. RN രവി BJP കേഡറെന്ന് മമത വിമർശിച്ചു. തമിഴ്നാട്ടിൽ ആഗ്രഹിച്ചതൊക്കെ ചെയ്തിരിക്കാം, പക്ഷേ ബംഗാളിൽ അത് നടക്കില്ലെന്ന് മമതാ ബാനർജി മുന്നറിയിപ്പ് നൽകി. ലോക്ഭവനെ BJP പാർട്ടി ഓഫീസാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നുവെന്നും മമത കുറ്റപ്പെടുത്തി. ആനന്ദ ബോസിന്റെ രാജി കേന്ദ്ര സമ്മർദ്ദം മൂലമെന്ന് മമത ആവർത്തിച്ചു. കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനേക്കാൾ മോശമായാണെന്നും മമതാ ബാനർജി വിമർശിച്ചു. ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ കേന്ദ്രത്തിൽ BJP സർക്കാരിന്റെ പതനം ഉറപ്പാക്കുമെന്നും മമത മുന്നറിയിപ്പ് നൽകി. ദുബായ് വിമാനത്താവളം പ്രവർത്തനം നിർത്തി. തീരുമാനം യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തി. ദുബായ് വിമാനത്താവളം പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് UAE അറിയിച്ചു. സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് നടപടി പുരോഗമിക്കുന്നു. UAEയിൽ ഇന്ന് പുലർച്ചെ 2 തവണയാണ് അലർട്ട് മെസ്സേജുകൾ ലഭിച്ചത്. ദുബായ് എയർപോർട്ടിൽ ആക്രമണം ഉണ്ടായെന്ന പ്രചാരണം അധികൃതർ തള്ളി. ഒരു ജനതയുടെ പ്രതീക്ഷകളുടെ പാലം, പെരുമ്പളം പാലം നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി. ഒരു ദ്വീപിന്റെ സ്വപ്ന സാക്ഷാത്കാരമായ ആലപ്പുഴയിലെ പെരുമ്പളം പാലം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. കായലിന് കുറുകെയുള്ള ഏറ്റവും നീളമേറിയ പാലമെന്ന റെക്കോർഡാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും 100 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാലത്തിന് ലഭിച്ചിരിക്കുന്നത്. പദ്ധതിയെ എതിർക്കുന്നവരുണ്ടായിരുന്നുവെന്നും എതിർക്കുന്നവരുടെ കൂടെ നിൽക്കാനല്ല സർക്കാരെന്നും പാലം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇതെല്ലാം ഏത് സർക്കാരായാലും ചെയ്യുമെന്ന് പറയുന്നവർ മറ്റേത് സർക്കാരാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് ചിന്തിച്ചു നോക്കണമെന്നും പറഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് പലരും വിധിയെഴുതിയ പദ്ധതി യാഥാർത്ഥ്യമായത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടും ജനങ്ങൾ തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകിയത് മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദേശകാര്യമന്ത്രി. ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകിയത് മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ. ഇന്ത്യയുടേത് ശരിയായ നടപടിയാണ്. നിരവധി യുവനാവികർ കപ്പലിലുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നാണ് കപ്പൽ സഹായം തേടിയതെന്നും S ജയശങ്കർ പറഞ്ഞു. മട്ടാഞ്ചേരി കോൾബർത്തിൽ ആണ് കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ന് ഐറിസ് ലവാൻ എന്ന കപ്പൽ തീരത്തടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുമതി ഇറാൻ തേടിയിരുന്നു. കപ്പലിൽ സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് തീരത്തടുപ്പിക്കുവാൻ അനുമതി തേടിയത്. കപ്പലിലുണ്ടായിരുന്ന 183 പേരെ കൊച്ചിയിലെ നാവിക കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം 4-ന് ഐറിസ് ലവാൻ കൊച്ചി തീരത്ത് അടുപ്പിച്ചു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശശി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വന്നിരുന്ന സ്ത്രീകൾ തറവാട്ടിൽ പിറന്നവരല്ലേ? മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിക്കെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം രാഷ്ട്രീയ വിവാദമായി. ശശി പുറത്തായതോടെ സ്ത്രീകൾക്ക് ധൈര്യമായി പാർട്ടി ഓഫീസിലേക്ക് വരാമെന്ന മണ്ണാർക്കാട് CPIM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ പരാമർശത്തിനെതിരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്തെത്തി. ശശിയെ പേടിച്ച് തറവാട്ടിൽ പിറന്ന സ്ത്രീകൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരാറില്ലായിരുന്നുവെന്നാണ് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ പരാമർശത്തിനെതിരെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ രംഗത്തെത്തിയത്. CPIM തെങ്കര എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പ്രവർത്തകർ പ്രതിഷേധക്കുറിപ്പ് അറിയിച്ചത്. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ ഈ മാസം 17-ന് വിധി പറയും. ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ വിചാരണ നടപടികൾ പൂർത്തിയായി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഈ മാസം 17-ന് വിധി പറയും. കേസിൽ 70-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.